ലോകരാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ നേതാക്കൾ ചരിത്രം കുറിക്കാറുണ്ട്. നിശബ്ദതയുടെ ഭാരവും ഭാവവും വാക്കുകളേക്കാൾ ശക്തമായി പ്രതികരിക്കുന്ന അപൂർവ നിമിഷങ്ങൾ. ഇന്ന് ആ ഒരു അനുഭവം ലോകം കാണുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് വർധനയുടെ ചുറ്റിപ്പിണഞ്ഞ കുരുക്കിൽ ഇന്ത്യയെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ മോദി തെരഞ്ഞെടുത്തത് മൗനത്തിന്റെ മാർഗമാണ്. വാഷിംഗ്ടണിലെ ഭരണകൂടം പതിവായി അറിഞ്ഞത് മറ്റൊരു രീതിയാണ്. താരിഫ് പ്രഖ്യാപിച്ചാൽ അത് ബാധിക്കുന്ന രാഷ്ട്രങ്ങളുടെ തലവന്മാർ ട്രംപിനെ നേരിട്ട് വിളിക്കും, അപേക്ഷിക്കും, തീയതി നീട്ടാൻ സമ്മതിപ്പിക്കും. അമേരിക്കൻ പ്രസിഡന്റും ഓക്കെ പറയും. പക്ഷേ ഭാരതത്തിന്റെ കാര്യത്തിൽ കഥ മാറുകയാണ്. ട്രംപ് കാത്തിരുന്നു, പക്ഷേ മോദിയുടെ വിളി എത്തിയില്ല, അപേക്ഷ പോലും എത്തിയില്ല, മറിച്ച് മൗനമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ അമേരിക്കയ്ക്ക് അപ്രതീക്ഷിതമായിരുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഭാരത വ്യോമസേന നടത്തിയ കടന്നുകയറ്റം, ഉരുക്ക് കോട്ടകൾക്കുള്ളിൽ വരെ ബ്രഹ്മോസ് മിസൈൽ പതിപ്പിച്ചതിന്റെ ഞെട്ടലെല്ലാം തന്നെ വാഷിംഗ്ടണിൽ ചോദ്യങ്ങൾ ഉയർത്തി. ഇന്ത്യക്ക് സൈനിക ശേഷി മാത്രമല്ല, രാഷ്ട്രീയ മനസാക്ഷിയുമുള്ളതായി ലോകം തിരിച്ചറിഞ്ഞ നിമിഷം. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് പല രീതികളിലും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ പാകിസ്ഥാനിൽ വീണു എന്ന് തെളിവില്ലാത്ത പ്രസ്താവനകൾ, താരിഫ് കൂട്ടിയ പ്രഖ്യാപനങ്ങൾ, ട്വിറ്ററിലെ പൊതുപ്രകോപനങ്ങൾ തുടങ്ങി ഒട്ടനവധി മാർഗങ്ങൾ പരീക്ഷിച്ചു. പക്ഷേ മോദിയുടെ മറുപടി എല്ലാം മൗനമായിരുന്നു. വിളിയില്ല, പ്രതികരണ പ്രസ്താവനയില്ല, അനങ്ങാത്ത ഒരു സൈക്കോളജിക്കൽ ശക്തി മാത്രം. അതേസമയം ഭാരതം പ്രതികാര മാർഗം തെരഞ്ഞെടുത്തത് മറ്റൊരു പാതയിലാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേരിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ടു. എണ്ണ വ്യാപാരത്തിന് പകരം പണമിടപാടിന്റെ പുതിയ വഴികൾ കണ്ടെത്തി. ബ്രിക്സ് സഖ്യത്തിൽ ചൈനയുമായും ചർച്ചകൾ തുടങ്ങി. ലോക സമ്പദ് വ്യവസ്ഥയിൽ ഡോളർ ഇപ്പോഴും പൊതു കറൻസി ആയിരിക്കുകയാണ്. എന്നാൽ ബ്രിക്സ് കൂട്ടായ്മ അത് വെല്ലുവിളിക്കുകയാണ്. അമേരിക്കയുടെ 32 ട്രില്യൺ ഡോളറിന്റെ കടവും ഭാരതത്തിന്റെ 3 ട്രില്യണും തമ്മിലുള്ള വ്യത്യാസം, ഡോളർ തകർന്നാൽ ഉണ്ടാകാവുന്ന ഭാവി പ്രതിസന്ധി എല്ലാം കൂടി അമേരിക്കയെ ആശങ്കയിൽ മുക്കുകയാണ്. ബ്രിക്സ് നേതാക്കൾ എല്ലാവരും താരിഫ് വിഷയത്തിൽ തുറന്നു പറഞ്ഞപ്പോൾ പോലും മോദി ഒന്നും പറഞ്ഞില്ല. അമേരിക്കയെ പറ്റിയോ ട്രംപിനെ പറ്റിയോ ഒരു വാക്ക് പോലും. ലോകത്തിന് മുന്നിൽ അത് അവഗണനയുടെ മൂർധന്യാവസ്ഥയിൽ വായിക്കപ്പെട്ടു. എന്നാൽ അതിൽ ഒളിഞ്ഞിരുന്നത് ഭാരതത്തിന്റെ ആത്മവിശ്വാസമാണ്. സ്വാതന്ത്ര്യവും അഭിമാനവും ഭാരതം ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചത് മൗനത്തിലൂടെ തന്നെയാണ്. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ഭാരതത്തിലെ രാഷ്ട്രീയ സ്ഥിരതയെ നശിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരായ ആരോപണങ്ങളും ആക്രമണങ്ങളും അതിന്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സുരക്ഷയും രാഷ്ട്രീയ സ്ഥിരതയും കാക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. നരേന്ദ്രമോദിയുടെ സൈക്കോളജിക്കൽ നിശബ്ദത ഇന്ന് ലോകരാഷ്ട്രീയത്തിൽ പഠിക്കപ്പെടേണ്ട വിഷയമായി മാറിയിരിക്കുകയാണ്. ചിലപ്പോൾ മൗനം തന്നെയാണ് ഏറ്റവും പ്രബലമായ പ്രസംഗം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് തെളിയിച്ചു കഴിഞ്ഞു.